വെൽക്കം ബാക്ക് ടു ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസി സക്സസ് സ്റ്റോറിയാണ്. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് വിഷമങ്ങളും ട്വിസ്റ്റുകളും ത്രില്ലിംഗ് എക്സ്പീരിയൻസസും ഒക്കെ നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ അനുഭവപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ സ്റ്റോറിയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയെങ്കിലും റിലേറ്റബിൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ സ്റ്റോറി വേഗം കേൾക്കാനായിട്ട് തുടർന്ന് ഈ വീഡിയോ കാണുക. ഇന്നത്തെ നമ്മുടെ കഥയുടെ മെയിൻ താരങ്ങളാണ് രേഷ്മയും സുനിലും. രേഷ്മ വെറും ഒരു ഹൗസ് വൈഫ് മാത്രമല്ല, ഒരു പ്രൊഫഷണൽ കോളേജ് ലെക്ചറർ കൂടിയാണ്. സുനിൽ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ കല്യാണം രേഷ്മയുടെ 28ാമത്തെ വയസ്സിലാണ് കഴിഞ്ഞത്. ഒരു വർഷം സാധാരണ എല്ലാവരെയും പോലെ തന്നെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് വെച്ചു. ഒരു വർഷത്തിന് ശേഷം അവർ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് റെഡിയായി. പക്ഷേ ദൈവത്തിൻ്റെ വിധി അത് മറ്റൊന്നായിരുന്നു. അങ്ങനെ നീണ്ട 3 വർഷം കഴിഞ്ഞുപോയി. ഒരുപാട് ടെസ്റ്റുകളും പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ കഴിച്ചു. എന്നിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസും ഒക്കെ മാറി നോക്കി. ബട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഡോക്ടേഴ്സിന് എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത് എന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റിയില്ല. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നൊരു മെഡിക്കൽ ടേം കൂടി ഡോക്ടേഴ്സ് അവരുടെ കേസിനിട്ടു. അങ്ങനെ വീണ്ടും ഒരു വർഷം കൊണ്ട് അവർ നേരിട്ടത് 6 IUIയും 3 IVFും. പക്ഷെ എല്ലാത്തിൻ്റെയും അവസാനം എത്തുന്നത് ഒന്നിൽ മാത്രമാണ്, പരാജയം. പക്ഷേ അവർ പരാജയപ്പെടാൻ തയ്യാറായിരുന്നില്ല. വിധി അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവർക്ക് ഒരു കുഞ്ഞിനെ എന്തായാലും വേണമെന്ന് അവർ തീരുമാനിച്ചു. ഡോക്ടേഴ്സ് അവരെ കൈവിട്ടു. അങ്ങനെ അവർ അഡോപ്ഷൻ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ട്വിസ്റ്റ് അവിടം കൊണ്ടും തീർന്നില്ല. IUI ഫെയിൽ ആയതുപോലെ IVF ഫെയിൽ ആയതുപോലെ അഡോപ്ഷനും നടന്നില്ല. അവരുടെ അഡോപ്ഷൻ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം പൂർത്തിയായിരുന്നില്ല. അഡോപ്ഷൻ നടത്തണമെങ്കിൽ 5 വർഷം മിനിമം പൂർത്തിയാവണം. 5 വർഷത്തിനായിട്ട് 2 മാസം മാത്രം ബാക്കി. അവർ ആകെപ്പാടെ തകർന്നുപോയി. പക്ഷേ എന്നാലും അവർ വിധിയുടെ മുമ്പിൽ തോൽക്കാൻ തീരുമാനിച്ചിരുന്നില്ല. അവർ ഒരുപാട് മനസ്സിൽ വിഷമിച്ചു. കാരണം എല്ലാവർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങളുണ്ട്. അവർക്ക് അതുപോലും പറയാനില്ല. ആ ഒരു വിഷമം അവരുടെ മനസ്സിനെ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ സൊസൈറ്റിയുടെ പ്രഷർ അത് വേറെയും. അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന ഒരു ടാഗ് അത് മാറ്റാനായിട്ട് അവർ തീരുമാനിച്ചു. അവസാനത്തെ പ്രതീക്ഷ എന്നോണം അവർ വേറെ ഒരു ഡോക്ടറിനെ ചെന്ന് കണ്ടു. വീണ്ടും എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അവർ തന്നെ അവരെ അനലൈസ് ചെയ്തു. അവസാനം അവർക്ക് മനസ്സിലായി അവരുടെ പ്രോബ്ലം എന്താണെന്ന്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ട്യൂബർകുലോസിസ്. TB ടെസ്റ്റ് പോസിറ്റീവ് വന്നതോടെ പിന്നെയും സങ്കടം പെയ്തൊയ്യാതെ അവരുടെ കൂടെ തന്നെ നിന്നു. അങ്ങനെ TBയുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വീണ്ടും 7 മാസത്തെ മെഡിക്കേഷൻസ് എടുത്തു. അവിടം കൊണ്ടും അവരുടെ വേദനകളും പ്രയാസങ്ങളും തീർന്നില്ല. വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ എൻഡോമെട്രിയോസിസ് സ്റ്റേജ് 3 ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. ഡോക്ടർ ഓപ്പറേഷന് റെക്കമെൻഡ് ചെയ്തു. ആ ഓപ്പറേഷൻ മുഴുവൻ വേദനയും പച്ചയായി തന്നെ ആ കുട്ടി സഹിക്കേണ്ടി വന്നു. കാരണം അനസ്തേഷ്യോളജിസ്റ്റിന് പറ്റിയൊരു കയ്യബദ്ധം. സിമിലർ സർജറീസിന് 15 മിനിറ്റ് ഡ്യൂറേഷൻ വെച്ചാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. ബട്ട് അവരുടെ സർജറി 1 മണിക്കൂർ എടുത്തു. അറ്റ് ലാസ്റ്റ് 7 ദിവസത്തിന് ശേഷം സ്റ്റിച്ചസ് റിമൂവ് ചെയ്യേണ്ട ഡേ വന്നു. പക്ഷേ സ്റ്റിച്ചസ് റിമൂവ് ചെയ്ത് നോക്കിയപ്പോൾ അതാ വേറൊരു അത്ഭുതം. പിങ്ക് ഫ്ലഷ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഒട്ടും ഹീലായിട്ടില്ല. വീണ്ടും സ്റ്റിച്ചസ് ഇടുന്നതും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു. കാരണം അത് അത്രയ്ക്ക് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു ടൈറ്റ് ബാൻഡേജ് സ്റ്റൊമക്കിൽ കെട്ടി 15 ദിവസം അങ്ങനെ തന്നെ നടന്നു. അത് പതിയെ ഹീലായി. അങ്ങനെ 1 മാസത്തിന് ശേഷം വീണ്ടും IUI ചെയ്തു. ഒരുപാട് IUI നേരത്തെ ചെയ്തത് കൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയും അവർക്കുണ്ടായിരുന്നില്ല. 10 ദിവസത്തിന് ശേഷം β-HCG ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് ധൈര്യമേ ഇല്ലായിരുന്നു. കാരണം നേരത്തെ ഒരുപാട് നമ്പർ ഓഫ് നെഗറ്റീവ് റിസൾട്ട് അവരുടെ മുമ്പിൽ കണ്ടതുകൊണ്ട് തന്നെ യൂറിൻ ടെസ്റ്റ് അവർക്കൊട്ടും ചെയ്യാൻ ആഗ്രഹമില്ലായിരുന്നു. ബ്ലഡിൽ തന്നെ β-HCG ടെസ്റ്റ് ചെയ്തു. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് അവർ ആ സന്തോഷ വാർത്ത അറിഞ്ഞു. അതെ, ആ കുട്ടി പ്രഗ്നൻ്റ് ആണ്. ഫൈനലി എൻ്റെ സ്ട്രഗിൾസിന് ശേഷം ആ ന്യൂസ് അവരെ ഒരുപാട് സന്തോഷിപ്പിച്ചു. 4ാമത്തെ മാസമായപ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ലോ പ്ലാസൻ്റ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു. നെക്സ്റ്റ് 6 മന്ത്സിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഡോക്ടർ അവോയ്ഡ് ചെയ്തു. അങ്ങനെ ബെഡ് റെസ്റ്റ് എടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസും കൂടി സ്റ്റാർട്ട് ചെയ്തു. ആ ഭീകരതയെ ഒന്നുകൂടി അവർക്ക് കൂട്ടി. ബട്ട് ദൈവം കനിവുള്ളവനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. 8 മാസത്തെ എല്ലാ ഡേഞ്ചേഴ്സും ക്രോസ് ചെയ്ത് 9 മാസത്തിലേക്ക് ആ കുട്ടി കടന്നു. അങ്ങനെ സോണോഗ്രഫി ചെയ്തപ്പോൾ വീണ്ടും പ്രശ്നം. വാട്ടർ ലെവൽ ഒരുപാട് കുറവാണ്. കുഞ്ഞിന് ഒട്ടും തന്നെ കിടക്കാൻ വയ്യ. എമർജൻസി C-സെക്ഷൻ ചെയ്യണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. എമർജൻസി C-സെക്ഷൻ ചെയ്ത് കുഞ്ഞു വാവയെ എടുത്തു.
പെൺകുഞ്ഞാണ്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ആ കുഞ്ഞു മാലാഖ അവരുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് തന്നെ എത്തി. അങ്ങനെ രേഷ്മയുടെയും സുനിലിന്റെയും ആദ്യത്തെ കൺമണിക്ക് ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞു മാലാഖ ഇപ്പൊ സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഈ 2 വർഷത്തിനിടയ്ക്ക് അവര് വീണ്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എന്നിട്ടൊന്നും അവരുടെ മനസ്സ് തകർന്നില്ല. കാരണം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു ചെറിയ പ്രയാസം വന്നാൽ പോലും, ഒരു ചെറിയ പനി വന്നാൽ പോലും നമുക്കൊക്കെ എത്ര സങ്കടമായിരിക്കും. അപ്പോൾ ഇത്രയും നാൾ കാത്തിരുന്ന് കിട്ടിയ ഒരു കൺമണിക്ക് ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ട് അവർ അനുഭവിക്കണം. അതുപോലെ തന്നെ നിങ്ങളൊന്നും കേട്ടിട്ട് പോലും ഇല്ലാത്ത അസുഖങ്ങളാണ് ആ കുഞ്ഞിന് വന്നുപെട്ടിട്ടുള്ളത്. മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറഞ്ഞ ഒരു അസുഖം വന്ന് ആ കുഞ്ഞ് ആകപ്പാട് ഒരുപാട് പനി, ഒരുപാട് വിറയൽ, വെപ്രാളം, വയറുവേദന, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ആ കുഞ്ഞ് തളർന്നു പോയപ്പോഴും, ആ കുഞ്ഞ് കിടപ്പായപ്പോഴും ആ മാതാപിതാക്കൾ തളരാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു മുന്നോട്ട് പോയി. ഇന്ന് ആ കുഞ്ഞ് സേഫായിട്ട് അവരുടെ കയ്യിൽ സുരക്ഷിതമായിട്ട് ഇരിപ്പുണ്ട്. യാതൊരു പ്രശ്നവുമില്ല. രണ്ടാമത് വീണ്ടും നമ്മുടെ കഥാപാത്രം, അതായത് രേഷ്മ, ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി. അതും ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് നടത്തി കുഞ്ഞുണ്ടായപ്പോഴും ലാസ്റ്റ് ഇപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടാണ്. അവർ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും അവരുടെ ആദ്യത്തെ കുഞ്ഞിന് വേണ്ടിയിട്ടും അവരുടെ രണ്ടാമത്തെ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടും അവരുടെ ലൈഫിന് വേണ്ടിയിട്ടും നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോൾ ആ അത്ഭുതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സുകൂടി നമ്മൾ സജ്ജമാക്കിയിട്ട് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ ചുറ്റിനും ഒരുപാട് പേരുണ്ടായിരിക്കും. നമ്മൾ ആ നെഗറ്റീവിലും പോസിറ്റീവായിട്ട് മുന്നോട്ട് ജീവിക്കാനായിട്ട് നമുക്കൊരു ചലഞ്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന, ഈ സ്റ്റോറി കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ ചലഞ്ചിനെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുക, മുന്നോട്ട് പോകുക. അപ്പോൾ ഈ സ്റ്റോറി കേട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ ഡിയേഴ്സ്.